എന്തുകൊണ്ട് വോട്ടർ ലിസ്റ്റ് ഇലക്ട്രോണിക് കോപ്പി കൊടുക്കുന്നില്ല? ഇതാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ചോദിച്ചത്. അത് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി സുഗമമായി കാര്യങ്ങൾ പരിശോധിക്കാമായിരുന്നു. അപ്പോൾ അത് കൊടുക്കാത്തതിന് പിന്നിൽ എന്തോ മറയ്ക്കാനുള്ള ആലോചനയാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കാം. രണ്ടാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കൊടുത്ത ഈ കെട്ടുകണക്കിന് കടലാസുകൾ പരിശോധിച്ച് കണ്ടെത്തിയ തെളിവുകളാണ്. അല്ലാതെ കോൺഗ്രസ് ആയിട്ട് എവിടെ നിന്നും എടുത്തുകൊണ്ടുവന്നതല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത കടലാസുകളിൽ നിന്നും കണ്ടെത്തിയ സത്യങ്ങളാണ്. അപ്പോൾ അത് നിഷേധിക്കാൻ പറ്റുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെയില്ലേ ഡോക്ടർ മോഹൻ വർഗീസ്? തീർച്ചയായും ഒരുപടി ന്യായമായ ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. അത് യാതൊരു സംശയവുമില്ല. പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉയർത്തിയ ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ കതിരും പതിരും തെളിച്ചെടുക്കുക, അത് നമ്മുടെ ഈ ചർച്ചയുടെ ഒരു പ്രധാന ഉദ്ദേശം കൂടിയാണ്. ഇവിടെ എന്നോടൊപ്പം പാനലിൽ ഇന്ത്യ മുന്നണിയുടെ 2 ഘടകകക്ഷികളുടെ പ്രതിനിധികളുണ്ട്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു പ്രതിനിധിയുമുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 2 പാർട്ടികളോടോ 2 മുന്നണികളോടോ ചേർന്ന് അവരുടെ പക്ഷം പറയാതെ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയ പത്രസമ്മേളനം അല്ലെങ്കിൽ ഇന്ന് നടത്തിയ പവർ പോയിന്റ് പ്രസന്റേഷൻ, അതിൽ ചില കാര്യങ്ങളിൽ ഗൗരവമായി ആഴത്തിലുള്ള പരിശോധന ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഫിസിക്കൽ ഡോക്യുമെന്റ്സ് എടുത്ത് അത് പവർ പോയിന്റായി അവതരിപ്പിച്ചുകൊണ്ട് കാര്യകാരണ സഹിതം ഒരു പ്രത്യേക മണ്ഡലത്തിൽ, അതായത് മഹാദേവപുര എന്ന് പറയുന്ന ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 7 നിയമസഭാ സെഗ്മെന്റിൽ ഒരു മണ്ഡലത്തിലെ കൂലങ്കക്ഷമായ അനാലിസിസ്. അപ്പൊ ഇത് നമുക്ക് മെത്തഡോളജിയൊക്കെ, ഞാനൊരു റിസർച്ച് ഗൈഡ് കൂടിയാണ്, അപ്പൊ നമുക്ക് മെത്തഡോളജിക്കൽ ഒരു പ്യൂരിറ്റി അവിടെ വേണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അവകാശപ്പെടാം. കാരണം ഇതൊരു ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്സ് ഉണ്ട്. കാരണം ഒരു മണ്ഡലത്തിൽ ഇങ്ങനെയാണ്, അത് ജനറലൈസ് ചെയ്ത് ഒരു മണ്ഡലത്തിൽ ഇങ്ങനെയാണ്, മറ്റൊരു മണ്ഡലത്തിൽ ഇങ്ങനെയാണ്, അതുകൊണ്ട് എല്ലാ മണ്ഡലത്തിലും ഇന്ത്യാസകലം റിഗ്ഡ് ആണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം അതുണ്ട്. ഈ മറുപക്ഷത്തെ അതേ രാഹുൽ ഗാന്ധി തന്നെ മറ്റൊരു മെത്തഡോളജിയും അഡോപ്റ്റ് ചെയ്യുന്നു. ഹരിയാനയിൽ എങ്ങനെ സംഭവിച്ചു, മഹാരാഷ്ട്രയിൽ എങ്ങനെ സംഭവിച്ചു, മധ്യപ്രദേശിൽ സംഭവിച്ചു, ഇതാ കർണാടകയിലും സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇന്ത്യ മുഴുവൻ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളൊരു നറേറ്റീവും കൊണ്ടുവരുന്നു. ഇവിടെ നോക്കൂ, എന്താണ് ജനപ്രാതിനിധ്യ നിയമം, 1950 ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് സുതാര്യമായി നടത്തേണ്ട പ്രക്രിയ, തെരഞ്ഞെടുപ്പ് പ്രക്രിയ, അതിന് ആ സ്ഥാപനത്തിന് ഭരണഘടനാപരമായ വിശുദ്ധിയുണ്ട്, പരിപാവനതയുണ്ട്. അവിടെ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ കരട് പരിശോധിച്ച് അത് ഉറപ്പുവരുത്തി പരാതികൾ കൊടുക്കാൻ രാഷ്ട്രീയ കക്ഷികൾക്ക് അനുവാദമുണ്ട്, അവകാശമുണ്ട്. അത് വിനിയോഗിക്കാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, എല്ലാം കഴിഞ്ഞതിന് ശേഷം, പരാജയപ്പെട്ടതിന് ശേഷം, ഞങ്ങളുടെ പരാജയത്തിന് കാരണം സംവിധാനം ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതുകൊണ്ടാണ്, വൈകുന്നേരം 5:30 ശേഷം വലിയ രീതിയിലുള്ള വോട്ട് ആണ് നടന്നിട്ടുള്ളത്, അങ്ങനെ ഒന്നും ഞങ്ങൾ ക്യൂവിൽ കാണുകയുണ്ടായില്ല, പക്ഷേ വോട്ട് വന്നപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം വന്നു, 7% വ്യത്യാസം വന്നിരിക്കുന്നു. ശരിയാണ്, പക്ഷേ അതിന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ ബുദ്ധിമുട്ട് വരും. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് കൂലങ്കഷമായി ചിന്തിക്കേണ്ടതാണ്, ആലോചിക്കേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. നശിപ്പിക്കാൻ ഓർഡർ കൊടുത്തത് CCTV ദൃശ്യങ്ങൾ ഒരു തെളിവാണ്. അത് മാത്രമാണ് തെളിവെന്ന്, അത് കോടതിയിലെത്തുമ്പോൾ അത് മാത്രമാണ് തെളിവെന്ന് കരുതാനാവുമോ? അങ്ങനെ കരുതാൻ കഴിയില്ല. പക്ഷേ അതൊരു തെളിവാണല്ലോ. 5 മണിക്ക് ശേഷം നീണ്ട ക്യൂ ഉണ്ടോ? എങ്ങനെയാണ് ഇങ്ങനെ അസ്വാഭാവികമായി പോളിംഗ് ഉണ്ടായത്? സ്വാഭാവികമായ സംശയമല്ലേ? അതിൽ ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനാവശ്യമായ മുഴുവൻ തെളിവുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലെന്നേ. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഡിജിറ്റൽ തെളിവുകൾ ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്? പറ്റില്ല എന്നല്ലേ? അത് കൊടുക്കുന്നതിൽ എന്താണ് തടസ്സം എന്നൊരു ആദ്യത്തെ ചോദ്യമില്ലേ ഡോക്ടർ മോഹൻ വർഗീസ്? അത് എന്താണ് കൊടുക്കാത്തത്? അത് നമുക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ടതല്ലേ? ആ ഡിജിറ്റൽ തെളിവ് നമുക്ക് ഓരോരുത്തർക്കും പരിശോധിക്കണ്ടേ? നമ്മുടെ എല്ലാ പൗരന്മാർക്കും കിട്ടേണ്ടതല്ലേ? ഡിജിറ്റൽ ഇന്ത്യയിൽ ഡിജിറ്റൽ തെളിവുകൾ പൗരന്മാർക്ക് കൈമാറുന്നതിൽ എന്താണ് തടസ്സം എന്നത് തീർച്ചയായും ന്യായമായ ചോദ്യമാണ്, നൈതികമായ ഒരു ചോദ്യമാണ്. അത് മാത്രമല്ല, അറിയാനുള്ള അവകാശം, റൈറ്റ് ടു ഇൻഫർമേഷൻ, അതൊരു പ്രത്യേക ഘടനാപരമായി ചോദിക്കുന്നതല്ല. ഇത് ചോദിക്കുമ്പോൾ അത് നൽകുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ സുതാര്യതയ്ക്കും ദൃഢതയ്ക്കും ആവശ്യം തന്നെയാണ്. ഇവിടെ 45 ദിവസത്തിന് ശേഷം CCTV ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തത് മാഞ്ഞു പോകുന്നു എന്ന് പറയുന്നത്, അത് തീർച്ചയായും ബണ്ടിൽസ് ആൻഡ് ക്വാണ്ടം ഇൻഫർമേഷൻ, അത് തീർച്ചയായും ഹോൾഡ് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അത് മാഞ്ഞു പോകുന്നു എന്ന് പറയുന്നതിന് ഈ ഉദ്ദേശം വെച്ചുകൊണ്ട് മനഃപൂർവ്വം അത് തിരസ്കരിക്കുകയാണ്, മാഞ്ഞു പോകുന്നതാണ് എന്ന് കരുതാനുമാവില്ല. അതുകൊണ്ട് നമ്മൾ കതിരും പതിരും തെളിച്ചെടുക്കുമ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്ക് നോക്കൂ, 4 തവണ കത്ത് കൊടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷന്. 4 തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് കൊടുക്കുമ്പോഴും ഡിജിറ്റൽ തെളിവുകൾ കൈമാറുന്നില്ല. എന്തുകൊണ്ടാണ്? അത് ആ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ലല്ലോ.
അത് തരാൻ പറ്റില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഈ കെട്ടുകണക്കിന് കടലാസ് കൊടുക്കുമ്പോൾ അത് പരിശോധിക്കില്ല എന്ന് കരുതി. അത് പരിശോധിക്കാൻ പോകുന്നില്ല, അത് എവിടെയെങ്കിലും തള്ളുമെന്ന് കരുതുകയാണ്. ഈ 300 കിലോ പേജുകൾ പരിശോധിക്കാൻ പോകുമെന്ന് ഒരു തരത്തിലും തോന്നിയിട്ടില്ല. അതുകൊണ്ടല്ലേ അത് കൊടുത്തത്. അങ്ങനെ നമുക്ക് കരുതാമല്ലോ. ഇലക്ഷൻ കമ്മീഷൻ അല്ല, ഞാൻ ഇടപെടുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ അങ്ങേലേക്ക് വരാം, അടുത്ത അങ്ങേലേക്ക് വരാം, അങ്ങേലേക്ക് അടുത്തതായി വരാം. രാജേഷ്, അദ്ദേഹം പറഞ്ഞ ശേഷം അങ്ങേലേക്ക് വരാം. തീർച്ചയായും സ്മൃതി, there is something called precedence. ഒരിക്കൽ ഇത് നൽകിക്കഴിഞ്ഞാൽ നിരന്തരം രാഷ്ട്രീയ കക്ഷികൾ ഇലക്ഷൻ കമ്മീഷനോട് ഡിജിറ്റൽ തെളിവുകൾ നിരന്തരം ആവശ്യപ്പെടും. ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അത് മാത്രമേ കാണൂ. വോട്ടർ പട്ടിക പുതുക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും നേരം കാണില്ല. അതുകൊണ്ട് ഡിജിറ്റൽ തെളിവുകൾ വളരെ കൺട്രോൾഡ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. തീർച്ചയായും കോടതിയെ സമീപിക്കാനുള്ള അവകാശം രാഷ്ട്രീയ കക്ഷികൾക്കുണ്ട്, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. കോടതി ഇപ്പോൾ ഇത് വോട്ടർ പട്ടിക ഒരു തെളിവ് തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ കയ്യിലുള്ള 300 കിലോഗ്രാം ഭാരമുള്ള തെളിവുകൾ, അത് ജീവിക്കുന്ന തെളിവുകൾ തന്നെയാണ്. അവിടെ ഒരു മണ്ഡലം എടുക്കുകയാണ്, ഒരു ലോക്സഭാ മണ്ഡലം എടുത്തിട്ട് അതിന്റെ പരിധിയിൽ വരുന്ന 7 നിയമസഭാ സെഗ്മെന്റിൽ ഒരു സെഗ്മെന്റിൽ ഉള്ള ഭൂരിപക്ഷം, മൃഗീയമായ ഭൂരിപക്ഷം മാത്രം എടുത്തുകൊണ്ട് മൊത്തത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ച മറ്റ് മണ്ഡലങ്ങളുടെ ഭൂരിപക്ഷത്തെ കവർ ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ ഒരു അപാകത തോന്നാമെങ്കിലും സാങ്കേതികമായി അത് ടെനബിൾ ആണ്. ഒരു മണ്ഡലത്തിലെ മാത്രം ഭൂരിപക്ഷത്തിൽ 6 മണ്ഡലങ്ങളിലെ ചെറിയ ഭൂരിപക്ഷം മറികടക്കുന്നത് തീർച്ചയായും ജനാധിപത്യത്തിൽ അനുവദനീയമാണ്. അതിന് ആരോപിക്കാം എന്നല്ലാതെ, ഒരു ക്രമക്കേട് ആരോപിക്കാം എന്നല്ലാതെ അത് തെളിയിക്കാനാവില്ല. ഇതെല്ലാം ആരോപിക്കാം എന്നല്ലാതെ തെളിയിക്കാൻ പറ്റില്ല എന്ന് അങ്ങ് പറയുമ്പോഴും പുറത്തു വന്ന തെളിവുകളുണ്ടല്ലോ, അതെന്താണ് സംസാരിക്കുന്നത്? അതൊന്ന് അങ്ങ് പറയാമോ? പുറത്തു വന്ന തെളിവുകൾ സംസാരിക്കുന്നത് എന്താണ്? പുറത്തു വന്ന തെളിവുകളിൽ 1 ലക്ഷം വോട്ടിന്റെ ഡിസ്ക്രിപ്പൻസി ഉണ്ട് എന്നത് ഒരു വ്യക്തമായ തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അത് തീർച്ചയായും ഘടനാപരമായി പരിശോധിക്കേണ്ടതാണ്. ഇലക്ഷൻ കമ്മീഷൻ അതിനൊരു മറുപടി കൊടുക്കേണ്ടതാണ്. ഈ ക്രമക്കേട് നടന്ന സ്ഥലത്ത് ആര് ജയിച്ചു എന്നതും നമ്മുടെ മുന്നിൽ ഒരു സത്യമാണല്ലോ. അതൊരു സബ്ജക്റ്റീവ് ചോദ്യമാണ്. ജയപരാജയങ്ങൾ എന്ന് പറയുന്നത് അത് സബ്ജക്റ്റീവ് ആളുകൾ മാത്രമാണ്. ക്രമക്കേട് ജയിക്കാനാണല്ലോ നടത്തുക. അങ്ങനെയാണെങ്കിൽ ബി ജെ പി ആവശ്യപ്പെടട്ടെ. ബി ജെ പി ആവശ്യപ്പെടുന്നില്ലല്ലോ. BJP മറിച്ച് പറയുന്നത് എന്താണ്? രാഹുൽ ഗാന്ധിയുടെ ഫ്രസ്ട്രേഷൻ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ പറയേണ്ടത്? നമുക്കത് എല്ലാ മണ്ഡലങ്ങളിലേക്കും പോകാം എന്ന് പറയണ്ടേ? കോൺഗ്രസിന്റെ കളത്രമാണെങ്കിൽ അത് കണ്ടുപിടിക്കണ്ടേ? അതെന്തുകൊണ്ട് പറയുന്നില്ല? ആ ഒരു പ്രക്രിയ ഇപ്പം ശ്രീമതി സ്മൃതി, ഇന്ത്യ രാജ്യത്തെ ഏതാണ്ട് 90 കോടി വോട്ടർമാർ, അവരുടെ എല്ലാം ഐഡന്റിറ്റിയിലേക്കും രേഖകളിലേക്കും തെളിവുകളിലേക്കും പോകാൻ നമുക്കാവില്ല. ഒരു സാമ്പിളായി ഇവിടെ പറയുന്ന ഒരു മണ്ഡലം, ആ മണ്ഡലത്തെ കൂലങ്കഷമായി ഒരു മണ്ഡലത്തിലെങ്കിലും ഇത് സംഭവിച്ചു എന്ന് തെളിയിക്കാനായാൽ മറ്റു മണ്ഡലങ്ങളിൽ ഇതേ പ്രക്രിയ നടന്നിരിക്കാനുള്ള സാധ്യത നമുക്ക് ലോജിക്കലായി കണ്ടെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, സ്റ്റേറ്റ് ഇലക്ഷൻ ഓഫീസർ, കർണാടകത്തിലെ സ്റ്റേറ്റ് ഇലക്ഷൻ ഓഫീസർ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു സത്യവാങ്മൂലം എന്ന രൂപത്തിൽ, വെറുതെ ഇങ്ങനെ പരസ്യമായി പബ്ലിക് ഡൊമൈനിൽ ഇത് കൊണ്ടുവന്നാൽ മാത്രം പോരാ, ഒരു സത്യവാങ്മൂലം സമർപ്പിക്കൂ, ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു, അതേക്കുറിച്ച് അന്വേഷണം, കോടതിയിൽ ഒരു കേസും ഫയൽ ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് സ്റ്റേറ്റ് ഇലക്ഷൻ ഓഫീസർ. ഒരിക്കൽ അതൊരു ഘടനാപരമായി അത് നീങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇലക്ഷൻ കമ്മീഷൻ അത് അന്വേഷിക്കേണ്ടി വരും, കോടതിയുടെ ഇടപെടൽ ഉണ്ടാകും. ഇവിടെ കൃത്യമായി ഈ 300 കിലോ എന്ന് പറയുന്നത് വലിയൊരു ഡിജിറ്റൽ ലോകത്ത് ഈ 300 കിലോ ഫിസിക്കൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് വലിയൊരു ഭാരം തന്നെയാണ്. ഈ ഭാരം കോടതിയിൽ ഹാജരാക്കാവുന്നതാണ്. ഈ ഭാരം ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയ കാണുന്ന തെളിവുകൾ അനുസരിച്ച് നെയിംസ് ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട്. ഒരൊറ്റ അഡ്രസ്സിൽ ഇത്രയധികം പേരെങ്ങനെ വന്നു? ന്യായമായ ചോദ്യമാണ്. അപ്പോൾ ഇതൊക്കെ 1 ലക്ഷം വോട്ടിന്റെ ഡിസ്ക്രിപ്പൻസി അവിടെ വന്നിരിക്കുന്നു. ഇതെല്ലാം തന്നെ പ്രഥമ ദൃഷ്ടിയ there is a case in point. 6 മാസത്തോളം എടുത്ത് കോൺഗ്രസ് പാർട്ടിയും ഏജൻസും എല്ലാം തപ്പിപ്പിടിച്ചെടുത്ത ഇൻഫർമേഷനാണ്. ഒരു കൂലങ്കഷമായി റിസർച്ച് ചെയ്ത് തന്നെ കൊണ്ടുവന്ന ഡോക്യുമെന്റ് ആണ്. ഒരുപക്ഷെ കർണാടക സംസ്ഥാന ഗവൺമെന്റ്, ഈ കർണാടക ആയതുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഒരുപക്ഷെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കർണാടകത്തിൽ ആ ഒരു ലിവറേജ് ഒരുപക്ഷെ കോൺഗ്രസിന് സംഘടനാ പ്രവർത്തകർക്ക് ലഭിച്ചു. അതേ ലിവറേജ് ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ ലഭിക്കില്ല. അതുകൊണ്ട് ഇത് കർണാടകത്തിലെ മാത്രം വിഷയമായി തുച്ഛീകരിച്ച് കാണാതെ ഒരു ജനറൽ വിഷയമാണെങ്കിൽ, ഇലക്ഷൻ കമ്മീഷന്റെ ക്രെഡിബിലിറ്റിയാണ് സ്മൃതി വിഷയമെങ്കിൽ തീർച്ചയായും നെക്സ്റ്റ് ലെവലിലേക്ക് ഇത് പോകണം. രാഹുൽ ഗാന്ധി പറഞ്ഞതുകൊണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുകൊണ്ട്, ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു വിഷയം അല്ലാതാവുന്നില്ല. ആ വിഷയത്തിന്റെ കാതലിലേക്ക്, ഗൗരവത്തിലേക്ക് പോവുകയും ഒരു നിഷ്പക്ഷമായി, കാരണം അത് BJP കൂടി സഹകരിക്കണം. അവിടെ ഞങ്ങൾ ഒരു രാഷ്ട്രീയ മറുപടി അല്ല യഥാർത്ഥത്തിൽ BJP അവിടെ പറയേണ്ടത്. യഥാർത്ഥത്തിൽ ഇവിടെ എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് പാടുന്ന പല കാര്യങ്ങളിലും എനിക്ക് അങ്ങനെ കാണാൻ നോക്കൂ,
തെളിവുകളില്ലാതെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അഭിപ്രായ വോട്ടെടുപ്പിൽ ഞങ്ങൾ മുന്നിട്ട് നിന്നു, യഥാർത്ഥ വോട്ട് വന്നപ്പോൾ ഞങ്ങൾ പിന്നിൽ പോയി. ഹരിയാനയിലെ ഏതാണ്ട് എല്ലാ അഭിപ്രായ സർവേകളിലും ഞങ്ങൾ മുന്നിട്ട് നിന്നു. അവസാന വോട്ടെടുപ്പിൽ ഹരിയാനയിലെ മോദിയുടെ റാലിക്ക് ആളില്ലാത്ത വിഷയം കൂടി ഉണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. ഹരിയാനയിൽ കർഷക സമരം ഏറ്റവും ശക്തമായി നിന്നിരുന്ന ഘട്ടം കഴിഞ്ഞ ശേഷമാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതൊക്കെ അവിടെ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. പിന്നീട് അങ്ങ് വിജയിക്കുമ്പോൾ അത് സംശയിക്കുമല്ലോ സ്വാഭാവികമായും. ജനാധിപത്യപരമായി ആലോചിക്കുമ്പോൾ അതിലെന്തോ ദാൽമേ കാല എന്ന് രാഹുൽ പറയുന്നത് അങ്ങനെ ഒരു സംശയം സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.